ഇന്നത്തോടെ നിന്റെ ഇവിടുത്തെ പൊറുതിയെ ഞാൻ അവസാനിപ്പിച്ചിരുന്നുണ്ടടി. രണ്ടാം വീട്ടിൽ നിന്ന് ഒഴിവാക്കിയാലേ നീ എവിടേക്കാ പോന്ന് എനിക്കൊന്ന് കാണണല്ലോ. ഭവാനിയമ്മോ, ഭവാനിയമ്മേ, പെണ്ണുങ്ങൾ ഈടെ ഇല്ലേ? കൂയ് ഭവാനിയമ്മേ. ഏയ് ആ ഇതാര് കോയക്കാ? നിങ്ങളെ നോക്കിയിട്ടല്ലേ ഞാൻ ഇത്രയും നേരം ഇവിടെ ഇരുന്നത്. അല്ല, എന്റെ മോനൊരു പെണ്ണിനെ കൊണ്ടുവരണം കൊണ്ട് കൊറേ കാലമായല്ലോ. ഇനിയിപ്പൊ വേറെ ആരിനെ ഏൽപ്പിക്കേണ്ടി വരുമോ? അയ്യേ, അതെന്ത് വർത്താനം നിങ്ങൾ പറയുന്നത്? ചെക്കൻ്റെ ഒന്നാം ഘട്ടാനും കുഴപ്പമില്ല, ഇത് രണ്ടല്ലേ? അല്ല, ഓന്റെ ആദ്യത്തെ ഉമ്മളല്ലേ ശരിയായി തന്ന്? നിങ്ങൾ ആദ്യത്തിനെ കുറിച്ചൊന്നും ഇങ്ങനെ ഓർമ്മിപ്പിക്കല്ലേ കോയക്ക. ആ ഒരു പ്രാന്തി പെണ്ണിനെ എന്റെ മോന്റെ തലയിലാക്കിയിട്ട് അതാണെങ്കിൽ ഇവിടെ കിടന്ന് തൂങ്ങിച്ചാവുകയും ചെയ്തു. അതിന്റെ ബാക്കിൽ ഞാനും എന്റെ മോനും എത്ര അലഞ്ഞെന്നറിയോ? അതിന് കെട്ടുന്ന മുമ്പ് ഓക്ക് പിരാതൊന്നും ഇല്ലായിരുന്നല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കുട്ടിയല്ലേ. ഇതിപ്പോ കല്യാണത്തിന് ശേഷം ഓക്ക് ഈ ന്യൂ ജനറേഷന്റെ പിള്ളേർക്ക് വരുന്ന വിഷാദ രോഗമോ അതോ ഇതോ എന്തൊക്കെയോ നിങ്ങൾ പറഞ്ഞു. എന്തോ ആയിക്കോട്ടെ, അത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇനിയിപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ പാടി നടക്കല്ലേ. അല്ല, ഇപ്പോഴത്തെ കാര്യം എന്തായി അത് പറ. ഇപ്പോഴത്തെ കാര്യത്തിന് ഒരു കുഴപ്പമില്ല. പുഷ്പം പോലെ ഞാൻ നടത്തരൂ. ഓനാണെങ്കിൽ ഗവൺമെന്റ് ജോലി, നല്ല ശമ്പളം, അത്യാവശ്യം സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേങ്കില് നിങ്ങൾ പറഞ്ഞ ഡിമാൻഡാണ് ഒരു ഇച്ചിരി. അത്ര വലുതായിട്ടൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. കുറച്ച് സ്ത്രീധനം ചോദിച്ചു. അല്ലെങ്കിലും ഈ ഗവൺമെന്റ് ജോലിക്കാരന് അതൊന്നും ചോദിക്കാൻ പറ്റില്ലേ? സ്ത്രീധനത്തിന്റെ ഒന്നും അല്ലപ്പാ, അതൊക്കെ എത്ര വേണം ഞാൻ വാങ്ങിത്തരും, അതിലൊരു കുഴപ്പമില്ല. പക്ഷേ പെണ്ണ് ഒന്നാം ഘട്ടമായിരിക്കണം, 28 വയസ്സിലെ താഴെ പ്രായവും പാടുള്ളൂ എന്നൊക്കെ പറയുമ്പോഴേ അതൊരു ചെറിയൊരു ബുദ്ധിമുട്ട്. ഒന്നാമത് ഇവന് 35 വയസ്സ് കഴിഞ്ഞില്ലേ, രണ്ടാം കെട്ടു. പിന്നെ ഇപ്പൊ ആദ്യത്തെ പെണ്ണിന് മാനസികമാണോ അതോ നിങ്ങളൊക്കെ കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്താന്നാണ് ഈ നാട്ടുകാർ പറഞ്ഞു നടക്കുന്നത്. ഇവിടുത്തെ നാട്ടുകാരല്ലേ ഇതെല്ലാം ഇതിന്റെ അപ്പുറവും പറഞ്ഞു നടക്കും. ഒന്നും നന്നാവണം കണ്ടുകൂടാ ഒരൊറ്റ എണ്ണത്തിനും. അല്ല, നിങ്ങൾ എന്തിനീ പഴയകാല ചരിത്രമൊക്കെ എണ്ണാൻ നിൽക്കുന്നത്? എന്റെ ചെക്കന് നല്ല സർക്കാർ ജോലിയില്ലേ, നല്ല ശമ്പളം ഉണ്ട്, അത്യാവശ്യം വേണ്ട സ്വത്തും ഉണ്ട്. എന്നിട്ട് ഇത്രയും നല്ല മോന് വേണ്ടിട്ട് ഈ രണ്ടാം കെട്ടില് പെണ്ണിനെ കൊണ്ടുവരാൻ നിൽക്കുന്നത്? അതൊന്നും നടക്കില്ല കോയക്ക. 28 വയസ്സിൽ കൂടുതലുള്ള ഒരൊറ്റ എണ്ണത്തിന് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. നിങ്ങക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയും, ഞാൻ വേറെ നോക്കാം. ഒരു ബുദ്ധിമുട്ടില്ല, നമ്മൾ എത്ര വേണമെങ്കിലും കൊണ്ടുവരും. അല്ലെങ്കിലും 3 കെട്ടിയ ആണുങ്ങളായാലേ പിന്നീട് കെട്ടുമ്പോ ഒന്നാമത്തെ പെണ്ണെന്നെ വേണമെന്നല്ലേ? അത് നമ്മുടെ നാട്ടിന്റെ സിസ്റ്റമാണേ. ഇവിടെ പെണ്ണുങ്ങൾക്ക് മാത്രം കുഴപ്പമുള്ളൂ. ഞാനേ ഒന്നുകൂടി നോക്കട്ടെ. ഒന്നുകൂടി നോക്കി വേണ്ടിട്ട് ഇതിപ്പോ എത്ര കാലമായി. ഈ അടുത്തെങ്ങാനും വല്ലതും കിട്ടുമോ കോയക്ക? ഇനിയിപ്പൊ ഞങ്ങള് മാട്രിമോണിയിൽ കൊടുക്കേണ്ടി വരുമോ? ഈ മാട്രിമോണിലൊന്നും കൊടുത്താലേ നിങ്ങൾ പറഞ്ഞ ഡിമാൻഡൊന്നും ഇക്കാലത്ത് പെണ്ണ് കിട്ടില്ല. ഓനില്ല പെണ്ണല്ലേ, അത് കോയക്ക കൊണ്ടുവരും. നിങ്ങളൊന്ന് സമാധാനപ്പെടി. പെണ്ണ് മാത്രം പോരാ, സ്ത്രീധനവും അത് നിങ്ങൾ മറക്കണ്ട. സ്ത്രീധനം പറഞ്ഞൊന്നും ഓരോ വീട്ടിലേക്ക് കയറി ചെന്നാലേ പെണ്ണ് കിട്ടില്ല. പിന്നെ ഇക്കാലത്തൊരു ചൊല്ലുണ്ടല്ലോ, നിങ്ങളുടെ മോൾക്ക് എത്രയോ കൊടുക്കുക അതങ്ങ് കൊടുത്തോളിന്ന്. അങ്ങനെ കിട്ടുന്ന വല്ല കുടുംബത്തിൽ നിന്ന് ഞാൻ കൊണ്ടുവരും. കൊണ്ടുവന്നാ നിങ്ങക്ക് നല്ലത്. പിന്നെ രണ്ടാം ഘട്ടമായതുകൊണ്ടേ നിങ്ങൾ ചോദിച്ച കമ്മീഷന്റെ കൂടുതൽ ഞാൻ തരാം. എനിക്ക് അത് മാത്രം കേട്ടാ മതി. ഞാൻ എന്തായാലും കൊണ്ടുവരും ഭവാനെ അടുത്ത്. എന്നാ പിന്നെ സമയം കളയണ്ട, വേഗം വിട്ടോളെ. ശരി ശരി. എന്താടാ മോനെ, ഞാൻ റോഡിലൂടെ നടക്കുമ്പോ ഈ മോളോട്ട് പറഞ്ഞത് കോയക്കൊക്കെ നടക്കാനൊന്നും ആയില്ല, നടക്കാതെ താഴെന്ന് പറഞ്ഞാ പോരെ? എന്റെ കോയക്ക താഴെന്ന് പറയാൻ പറ്റാത്ത കാര്യ, അതുകൊണ്ടല്ലേ നിങ്ങളുടെ മേലേക്ക് വരാൻ പറഞ്ഞ്. അല്ല, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അതിനിപ്പോ ഈ എന്ത് കാര്യം എന്നോട് പറഞ്ഞേ? ഓ, എന്റെ പെങ്ങൾക്ക് ഒരു ചെക്കനെ നോക്കണം നിങ്ങളുടെ എത്ര ആയിട്ട് പറയണത്, അതെന്തായിന്ന്? ആരേനും? ഓ കോയക്ക, ഞാൻ രാഘവന്റെ മകനാ കിഷോർ, എന്റെ പെങ്ങള് രേവതി. അങ്ങനെ പറ. എന്റെ അച്ഛന്റെ പേര് പറഞ്ഞപ്പോഴല്ലേ കോയക്ക് ഓർമ്മന്ന്. ഇപ്പൊ മനസ്സിലായി. എന്റെ പെങ്ങള് രേവതി, ഒക്കെ രണ്ടാം കെട്ടില്ലേ? അതന്നെ. ഇതിപ്പോ എനിക്ക് വരുന്നതൊക്കെ രണ്ടാം കെട്ടാണല്ലോ. അല്ല, നിങ്ങക്ക് പ്രത്യേകിച്ച് ഡിമാൻഡ് ഒന്നും ഇല്ലായിരുന്നല്ലോ? എന്റെ കോയക്ക ഒരു ഡിമാൻഡും ഇല്ല. അവളെ എങ്ങാനും ഒന്ന് പറഞ്ഞു വിടണം, എന്നിട്ട് വേണം എനിക്ക് എന്റെ കാര്യം നോക്കാൻ. അങ്ങനെ. ഇപ്പോ രണ്ടാം ഘട്ടായ പെണ്ണിനെ കെട്ടിച്ചു വിടുക കാരണം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യ. സ്വർണം വാരിക്കോരി കൊടുക്കേണ്ടി വരും കേട്ടോ. വാരിക്കോരി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് സ്വർണത്തിന് വരെ നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ കുറച്ച് മയത്തില് പറയും. അതിപ്പോ നമ്മുടെ നാട്ടിന്റെ അവസ്ഥ എനക്ക് അറിയില്ലേ? ഇപ്പൊ ചെക്കന്മാർക്ക് രണ്ടാം ഘട്ടാലും കുഴപ്പമില്ല, പക്ഷെ പെണ്ണിനാകുമ്പോഴേ കുറച്ച് ബുദ്ധിമുട്ടു. ഒന്നില്ലെങ്കിലും ഓളക്കായാലും 10-20 വയസ്സ് മൂപ്പുള്ള ഒരു ചെക്കനായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ രണ്ടാം ഘട്ടോ 3-ാം ഘട്ടോ ആളുള്ള ചെക്കനെ കിട്ടുകയാണെങ്കിൽ
കൊറേ സ്ത്രീധനം കൊടുക്കേണ്ടി വരും. എന്താ വെച്ചാ കൊടുക്ക, നിങ്ങൾ ആദ്യം കൊണ്ടുവരി. ഓ അത് കേട്ടാ മതി മോനെ, എത്ര വേണമെങ്കിലും കൊണ്ടുവരാ. എന്നാ പിന്നെ കോയൊക്കെ പോട്ടെ. എന്നാ ശരി. പിന്നെ താഴ്ന്ന ആരെങ്കിലും ചോദിച്ചാലേ വേറെ കാര്യത്തിന് വന്നാണെന്ന് പറഞ്ഞാൽ മതി. ഓ അത് ഞാൻ ഏറ്റു. എന്നാ ശരിയേ. എന്തൊക്കെ ആൾക്കാരാണപ്പോ. ഇതെന്താ കോയൊക്കെ മേലിന് വരുന്നത്? ഈ ഇടി ഉണ്ടായനാ ഞാൻ എൻ്റെ ആങ്ങളയോടെ ഒന്ന് സംസാരിച്ചിട്ട് വരികയായിരുന്നു. അല്ല മോളെ, എൻ്റെ വീട്ടുകാർക്കൊക്കെ എന്നോട് ഭയങ്കര സ്നേഹമാണല്ലോ. ഈ ഏതോ ഒരു ചെക്കൻ്റെ കൂടെ ഒളിച്ചോടി പോയപ്പോഴേ അന്നെ നീ വീട്ടിൽ കയറില്ല, കൈകാൽ തല്ലി കൊടുക്കുന്നൊക്കെ പറഞ്ഞല്ലേ. ഇപ്പൊ നമുക്ക് എനക്ക് ഈ അവസ്ഥ വന്നപ്പോ എന്നെ ചേർത്ത് പിടിക്കാൻ എൻ്റെ ആങ്ങളെയും വീട്ടുകാരിലുള്ളൂ. അതാണ് സ്നേഹം, അല്ലാണ്ട് അതല്ല. അതെന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല കോയക്ക. അതെന്തപ്പ ഈ അങ്ങനെ പറയുന്നേ? ഇതൊക്കെ എന്റെ കയ്യിലുള്ള പൈസ കണ്ടിട്ട് മാത്രമൊക്കെ. പൈസയോ? അതിന് ഇപ്പൊ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ കൊച്ചേ. എൻ്റെ കെട്ടിയവനും വലിയ സാമ്പത്തികമുള്ള കുടുംബത്തിനൊന്നും അല്ലല്ലോ. നിങ്ങൾ വാടകയ്ക്കൊക്കെ അല്ലായിരുന്നല്ലേ? ഓന് ഗൾഫിൽ ഡ്രൈവർ പണിയെന്ന് ആയിരുന്നല്ലേ പറഞ്ഞേ. പിന്നെ എന്ത് പൈസ? അതൊക്കെ തന്നെ. പക്ഷെ ഏട്ടൻ ഗൾഫിൽ പോയ സമയത്തെ 2 കോടി രൂപ വരെ കവറേജ് കിട്ടുന്ന ഒരു ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പൈസ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അതിന്റെ സ്നേഹമാണ് ഇപ്പൊ എല്ലാവരും കൂടെ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഞാനും എൻ്റെ കുഞ്ഞും പെരുവഴിയിലായിട്ടുണ്ടാവും. അങ്ങനെ പറ. അതല്ലേ ഇപ്പൊ എല്ലാവർക്കും എന്നോട് ഇത്ര സ്നേഹം. ഞാൻ വിചാരിച്ചു ചീറ്റകളൊക്കെ നന്നായിന്ന്. എന്നപ്പോ എൻ്റെ കുറെ കുടുംബക്കാരും മക്കളും മരുമക്കളൊക്കെ ആയിട്ട് ഒക്കെ പുറത്താണല്ലോ. പക്ഷെ ഓർക്കാർക്കും ഇതിനെ പറ്റിയൊന്നും വലിയ പിടുത്തമില്ലാതെ തോന്നുന്നു. അല്ല, അതിന്റെ പടവൊക്കെ എങ്ങനെയാ? അതും മാസം 679 രൂപ മുതൽക്ക് പ്രീമിയം സ്റ്റാർട്ട് ആകുന്നുണ്ടക്ക. വിദേശത്ത് നിന്ന് എടുക്കണേക്കാളും നാട്ടിൽ നിന്നൊക്കെ എടുക്കുമ്പോഴേ 30 മുതൽ 50% വരെ കുറഞ്ഞ ചെലവുകളിൽ എടുക്കാൻ പറ്റും. പിന്നെ ഇപ്പൊ വർഷമൊക്കെ പ്രീമിയം എടുക്കുന്ന സമയത്ത് 5% വരെ ഡിസ്കൗണ്ടും ഉണ്ട്. എന്തായാലും എന്റെ കെട്ടിയോൻ ചെയ്ത് നല്ലൊരു കാര്യം മോളെ. ഇപ്പൊ ഈ കുഞ്ഞ് രക്ഷപ്പെട്ടില്ലേ? എന്തായാലും ഇത് എങ്ങനെ എടുക്കാന്ന് എനക്കറിയോ? അത് ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് എടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഈ കാണുന്ന QR കോഡിൽ സ്കാൻ ചെയ്തിട്ട് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. ഇനിയിപ്പോ ക്ലെയിമിന്റെ എന്തെങ്കിലും ആവശ്യം വന്നാൽ അവന്റെ തന്നെ ഒരു ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചിട്ടേ എംബസി അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റും മറ്റു രേഖകളൊക്കെ ഒന്ന് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവര് തന്നെ ഏർപ്പാടാക്കി തരുന്ന ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജർ നോക്കിക്കോളും. എന്തായാലും ക്ലെയിമിന്റെ കാര്യങ്ങളൊക്കെ വേഗം കിട്ടുക. എന്തായാലും ഇപ്പൊ അനക്ക് കിട്ടിയല്ലേ, സന്തോഷമായി മോളെ. പിന്നെ എനിക്ക് ഇപ്പൊ വന്നതേ, എൻ്റെ ആങ്ങള അനക്ക് വേണ്ടി ഒരു കല്യാണം നോക്കുന്നുണ്ട്. അപ്പോൾ ചെക്കന്മാരെയൊക്കെ ഞാൻ കൊണ്ടുവരാം. പക്ഷേ എങ്കിൽ അനക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്വീപ്പാവില്ലേ. അല്ല, ഇതിന് അനക്ക് ഓക്കെ ആണാ? ഏട്ടൻ പോയതിനു ശേഷം എൻ്റെ ജീവിതം തീർന്നിക്കാം. പിന്നെ എൻ്റെ കുഞ്ഞിന് വേണ്ടി മാത്രം ഞാൻ എപ്പോഴും ജീവിച്ചിരിക്കുന്നത്. വീട്ടുകാരനൊക്കെ എതിർത്തിട്ടല്ലേ ആദ്യത്തെ കല്യാണം കഴിച്ചത്. അതിപ്പോൾ ഇങ്ങനെയായി. ഇനിയും ഇപ്പം അവരിനെ എതിർത്തിട്ടുണ്ടെങ്കിലേ കഴിയില്ല. ഇക്ക എന്താ വെച്ചാ ചെയ്തോ. എനിക്ക് അത് കേട്ടാ മതി മോളെ. അല്ലെങ്കിൽ ഈ ചെറുപ്പമല്ലേ, ജീവിതമൊന്നും കഴിഞ്ഞിട്ടില്ല, അത് തുടങ്ങിയിട്ടുള്ളൂ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് അതങ്ങ് മറക്ക്. അനക്കേ നല്ലൊരു ചെക്കനെ എനിക്ക് അക്കൗണ്ട് വരും കേട്ടോ. എന്നാ ശരിയേ. നിങ്ങളല്ലേ ഇപ്പൊ ശരിയാക്കി തരാണ്ട് പോയ ആള്, എന്നിട്ട് അതേ സ്പോട്ടിൽ അങ്ങോട്ട് തിരിച്ചു വരിക. പുറത്തുനിന്ന് പറയുക ഇപ്പൊ അതൊന്നും പറ്റില്ല, വാ അകത്ത് കയറിയോണ്ട്. നിങ്ങൾ എന്താ പറയ എന്റെ പോയേക്ക? ഒന്നും പറയാനില്ല, ഞാനിപ്പോ ഓടിക്കതച്ചങ്ങ് വരുവോ? പുറത്ത് പറഞ്ഞാൽ ശരിയായില്ലപ്പാ, അതാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ എന്നെ കുറിച്ച് എന്താണ് പറഞ്ഞേ? 3-4 മാസമായി വെറുതെ നടക്കുകയാണ്, മാട്രിമോണി കൊടുക്കട്ടെ അതാണെന്നല്ലേ? എന്നാ കേട്ടോളി, നിങ്ങളുടെ മോനുള്ള പെണ്ണ് എൻ്റെ റെഡി ആയിക്കിനി. അല്ല, ഇത്ര പെട്ടെന്ന് റെഡിയായാ? നിങ്ങൾ ഏടന്നൊപ്പിച്ച്? നിങ്ങൾ ഈ കോയക്കിനെ കുറിച്ച് എന്താ വിചാരിച്ചേ? ഏടൊന്നുമല്ല, നമ്മുടെ കോളനിയിൽ നിന്ന് തന്നെയാ. അല്ലെങ്കിൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാന്ന് വെറുതെ അല്ല പറയുന്നത്. ഇത്രയും കാലമായിട്ട് ഞാൻ പോലും അത് ഓർത്തില്ലാലോപ്പാ. നമ്മുടെ കോളനിയിലോ? അതാരാ? നമ്മളുടെ കോളനി എന്ന് പറഞ്ഞാൽ കുറച്ചങ്ങോട്ട് മാറിയിട്ട് പടിഞ്ഞാറില് രാഘവട്ടണം മോളിലെ രേവതി. രേവതിയോ? ഇതാ 2ാം ഘട്ടാ? എന്റെ പോയൊക്കെ നിങ്ങക്ക് ഞാൻ പറയണൊന്നും മനസ്സിലാവുന്നില്ല. തലയ്ക്ക് വെളിവില്ലാത്ത പോലെയാണല്ലോ നിങ്ങളുടെ സംസാരം. എന്റെ ഭവാനി അടുത്ത് ഞാൻ പറയും, നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേക്കി. എന്ത് കേക്കാൻ? ആ പെണ്ണിന്റെ കാര്യമില്ലേ, അതെന്തായാലും ഇവിടെ നടക്കില്ല കോയക്ക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുത്താലും കുറച്ച് കൂടുതലാ. ആ പെണ്ണിനെ കെട്ടി മരിക്കുന്ന സമയത്ത് എന്തോ ഇൻഷുറൻസ് എന്തൊക്കെ ആയിട്ട് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്. പൈസ എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല, കോടി. കോടിയോ? എന്താ കോയക്ക നിങ്ങൾ പറയുന്നത്? നിങ്ങക്ക് ആള് വല്ല മാറിപ്പോയിട്ടുണ്ടാകും. ആ രേവതിന്റെ കാര്യം തന്നെയല്ലേ നിങ്ങൾ പറയുന്നത്? അതന്നെയാണ്. ആ പെണ്ണിനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി, അതാണ് പറഞ്ഞല്ലേ.
ഇപ്പൊ ഓളെയും വിളിച്ചു വന്നിട്ട് അവിടെ രാജകുമാരനെ പോലെ നോക്കുന്നെന്താ ഈ പൈസ കണ്ടിട്ട്. ആ ആ ആ വെറുതെ അല്ല അവളുടെ അമ്മ സുശീൽ ഇപ്പൊ തൊഴിലുറപ്പിനൊന്നും പോകാണ്ട് വീട്ടിൽ തന്നെ ഇരിക്കണത്. എന്നാ ഇക്കാര്യം നാട്ടിൽ ഒരൊറ്റ ആളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? വല്ലാത്ത ആൾക്കാരെന്നെ. അല്ല അതിനൊരു കുട്ടിയില്ലേ? കുട്ടി ഉണ്ടായാലും എന്താ, ആ പെണ്ണിന്റെ പൈസ എടുത്ത് ബാങ്കിലിട്ട് ആ പലിശ കൊണ്ട് ജീവിതകാലം മുഴുവൻ പണിക്ക് പോകാൻ അന്തസ്സായി തിന്ന് ജീവിച്ചൂടെ? ഓ കേക്കുമ്പോ തന്നെ കൊതിയാകണ്. അല്ല ഇപ്പൊ ഈ ഇവന്റെ ഭാര്യന് ഞാൻ അതൊന്നും ചെയ്തിട്ടാണ് ഞാൻ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിലൊരു സംസാര വിഷയമില്ലേ? ഇതൊക്കെ അറിഞ്ഞ ആ ഒരു പെണ്ണ് തരുവോ? അതാ ഞാൻ പറഞ്ഞത് ഈ പഞ്ചായത്തിന് തന്നെ വേണ്ടാന്ന്. അതിൽ നമുക്ക് അനുകൂലമായ ഒരു കാര്യം ഉണ്ടെന്ന്. പെണ്ണിന്റെ ആദ്യത്തെ കല്യാണം ആ വീട്ടുകാരെ സമ്മതിക്കാണ്ട് അടിയും പിടിയൊക്കെ ആയിട്ട് അവളുടെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നതല്ലേ. അതാണ് ഇപ്പൊ ഇങ്ങനെയായി. അതിനാണെങ്കിൽ പെണ്ണിപ്പോ നല്ല കുറ്റബോധമുണ്ട്. പിന്നെ ഇവളുടെ ഒരു അനിയനുണ്ട്, ഭയങ്കര പോക്കിരിയാ. ആ പെണ്ണിന് എന്തൊക്കെയോ കുറെ പൈസ ആ ചെക്കൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ആ ചെക്കനും കല്യാണമുണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലും ആ പെണ്ണിനെ അവിടെ നിന്ന് ഒഴിവാക്കണം. അതിനിപ്പോ ആദ്യത്തെ ചെക്കനായാലും കുഴപ്പമില്ല. ഇതൊക്കെ സംസാരിച്ചിട്ടല്ലേ ഞാൻ വരുന്നത്. ഓ ഓ ഓ അപ്പൊ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ? നിങ്ങളെന്നാ വേഗം തന്നെ കാര്യം നോക്കി. അങ്ങോട്ടുകാരറിഞ്ഞാലേ അതും മുടക്കും. അല്ല, നിങ്ങൾ ആദ്യം ആ ചെക്കനോട് ചോദിക്ക്. അവനൊക്കെ പറഞ്ഞാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആര്? എന്റെ മോൻ സതീഷിനോടാ? ഞാനൊരു വര വരച്ച അവൻ അപ്പുറം ഇപ്പുറോ കിടക്കില്ല. അവനോടപ്പൊ ചോദിക്കേണ്ടത്? ഈ ഭവാനിയല്ലേ പറയുന്നത്? നിങ്ങൾ നോക്കിക്കോയേക്കാ. അല്ല ഇനിയിപ്പൊ പിന്നീട് അവൻ മാറ്റി പറയോ? അവൻ മാറ്റി പറയണെങ്കിലേ ഈ ഭവാന്റെ മോനല്ലാതിരിക്കണം. നിങ്ങൾ ഉറപ്പിച്ചോളി, നമുക്ക് പെട്ടെന്ന് തന്നെ നടത്താത്. എന്നാ പിന്നെ നിങ്ങൾ ഈ ബന്ധുക്കാരെയും കുടുംബക്കാരെയും ഒന്നും അറിയിക്കാൻ നിൽക്കണ്ട. ഇങ്ങനെ അമ്പലത്തിൽ നല്ല താലി കെട്ടുക, അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയോളി. വേറൊന്നല്ലേ, ഇവളുടെ ഒരു അനിയനുണ്ടല്ലോ, ചെക്കൻ കുറച്ച് വില്ലനാ. ആ പെണ്ണിന്റെ ബാക്കിയുള്ള പൈസ അടിച്ചു മാറ്റുമ്പോഴേക്ക് നമുക്കത് നടത്തണം. അയ്യോ എന്നാ പിന്നെ വൈകിക്കാൻ നിൽക്കണ്ട, നമുക്ക് വേഗം തന്നെ നടത്താം. അല്ല ആ പെണ്ണിന്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് ഉറപ്പന്നെയല്ലേ? പൈസ ഉണ്ട്, അതൊക്കെ ഞാൻ ഞങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കിയല്ലേ. അതിന് പോയൊക്കെ നിൽക്കില്ല. ഇപ്പൊ തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി വരാം. ഓ എന്നാ ശരി, മേച്ചല്ലേ. ചേച്ചി, നീ ഒരു ബാധ്യത ആയതുകൊണ്ടല്ല, ആ കുഞ്ഞിന്റെ മുഖം ഒന്ന് ആലോചിക്ക്. എത്രയായാലും നിങ്ങൾ ഇങ്ങനെ ജീവിക്കും. പിന്നെ അവരെ കുറിച്ച് ഞാൻ നന്നായി അന്വേഷിച്ചു. നല്ല ചെറുക്കനും കുടുംബമാണ്. നിങ്ങൾ എന്തായാലും അവിടെ പോയാൽ സന്തോഷത്തോടെ ഇരിക്കും, അതെനിക്ക് ഉറപ്പാ. ലക്ഷ്മിന്റെ കാര്യം നിനക്കറിയാലോ, അവര് നമ്മളെക്കാളും റിച്ച് അല്ലേ. അപ്പൊ കല്യാണത്തിന് മുന്നേ എനിക്കൊരു സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പൊ നീ ഒരു 20 ലക്ഷം തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും കിട്ടുമ്പോ തരാം. കിഷോറെ, നീ അന്ന് എന്തൊരു ബിസിനസ് ചെയ്യണം എന്നിട്ട് 10-20 ലക്ഷം വാങ്ങിട്ട് പോയതല്ലേ, അതെന്തായി? അല്ല, അത് ഞാനൊരു പെട്രോൾ പമ്പ് തുടങ്ങാൻ വേണ്ടി കുറച്ച് സ്ഥലം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ കുറച്ച് കച്ചറായതുകൊണ്ട്. അല്ല, അതെന്തായാലും ശരിയാവും. നീ എന്തായാലും ഈ പൈസ ഒന്ന് അയച്ചു കേട്ടാ. ശരി. എല്ലാവർക്കും എൻ്റെ പൈസ മാത്രം മതി. ഇനിയിപ്പോ അവിടെ പോയി എന്താവോ. അല്ലേ ഇതെന്താക്ക അവിടെ? ഇന്നലെ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അടുക്കളയിൽ കയറി പണി ചെയ്യാ? നല്ല കഥയായി. ഇല്ല മേ, കുഴപ്പമില്ല. എന്ത് കുഴപ്പമില്ലാന്ന്? ഇതൊക്കെ മോളാണോ തീരുമാനിക്കുന്നത്? എടോ, ഇതൊക്കെ അമ്മയും ചെയ്യാനുള്ളതേ ഉള്ളൂ. അല്ല കുഞ്ഞെണീറ്റോ? കുഞ്ഞെണീറ്റിട്ടില്ല, ഉറങ്ങ. അത് ഇന്നലെ രാത്രി എൻ്റെ കൂടെ ഒരുപാട് നേരം മോൻ ഓടിക്കളിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ ക്ഷീണമായിരിക്കും. ഉറങ്ങിക്കോട്ടെ പാവം. അല്ല മോള് കുളിച്ചല്ലേ? എന്നാ പിന്നെ രണ്ടാളും കൂടി അമ്പലത്തിൽ പോയിട്ടേ പതുക്കെ വന്നാ മതി. അതൊക്കെ അവിടെ വെച്ച് അമ്മ ചെയ്തോളാ. ശരി അമ്മ. പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും ട്രിപ്പ് പോകേണ്ട കാര്യം എന്തെങ്കിലും തീരുമാനിച്ചാ? അയ്യോ അതൊന്നും വേണ്ടമ്മേ. അതെന്താ വേണ്ടാത്ത? നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് പുതിയ ആൾക്കാർ തന്നെയല്ലേ. ഇനി പഴയതൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ. ഇനി അങ്ങോട്ട് പുതിയ ജീവിതം തുടങ്ങുകയല്ലേ. നിങ്ങൾ 3 ആളും കൂടി പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാ മതി. ഞാൻ ഇക്കാര്യം അവനോടത്തൊന്ന് പറയട്ടെ കേട്ടോ. കുറച്ച് ഓവറായിട്ട് കാണിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഇനിയിപ്പോ ഒരു അഭിനയിക്കാണോ അതോ അങ്ങനെ തന്നെയാണോ? നീ എന്ത് കൂപ്രായ കാണിച്ച് നിൽക്കടാ അവിടെ? എന്താമ്മേ? എത്ര അമ്മേന്ന്. എടാ നീ ആ പെണ്ണിനെയും കൂട്ടിട്ടേ അമ്പലത്തിലൊക്കെ പോയിട്ട് ഒന്ന് കറങ്ങിയിട്ടൊക്കെ പതുക്കെ വാ. എനിക്കൊന്നും കഴിയില്ലമ്മേ. ഇങ്ങനത്തെ ഒരു മണഗുണാഞ്ചനായിപ്പോയല്ലോ. എടാ നീ അമ്മ പറയണ മാത്രം കേട്ടാ മതി. വേഗം കുളിച്ചിട്ടേ അവളെയും കൊണ്ട് പോവാൻ നോക്ക്. എനിക്ക് ഓഫീസിൽ പോകണ്ടെന്ന്. അവൻ്റെ ഒരു ഓഫീസ് വിളിച്ച് ഒരാഴ്ച ലീവ് പറയടാ. എന്നിട്ട് ഒരു ഹണിമൂൺ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ടേ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാ മതി. ഹണിമൂണോ?
ആദ്യത്തെ ഭാര്യ ഉണ്ടായിരുന്നപ്പോ അവളെ കൊണ്ടൊന്നും പുറത്തിറങ്ങാൻ പോലും സമ്മതിക്കില്ലല്ലോ. ഡ്രസ്സ് പഠിച്ചു കൊടുക്കാൻ പറ്റില്ല, ഒരു ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതെന്താ ഇപ്പൊ ഇവിടെ കാര്യത്തിൽ ഇങ്ങനെ? അമ്മയ്ക്ക് എന്താ പറ്റി? മറ്റേവളെ 50 പവൻ സ്വർണം കൊണ്ടാ വന്നത്. അത് പിറ്റേ ദിവസം തന്നെ ഞാൻ പെട്ടിയിലാക്കി വെച്ചു. പിന്നെ അവൾക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാനാണ്ടാ? പക്ഷെ ഇവളെ കയ്യും വീശിട്ടാ വന്നിരിക്കുന്നത്. ഉള്ളതൊക്കെ ബാങ്കിലാണ്. അതെങ്ങനെങ്കിലും കൈക്കലാക്കണെങ്കിലേ ഇതുപോലത്തെ നേക്ക് പ്രയോഗിച്ചേ പറ്റൂ. ആദ്യം ഈ ട്രിപ്പിനൊക്കെ കൊണ്ടുപോയിട്ട് ഒന്നും മനസ്സൊക്കെ മയക്കി എടുത്തിട്ട് വാ, എന്നിട്ടല്ലേ ബാക്കി എന്താ വെച്ചാ ചെയ്യാ. ഓ, അപ്പൊ അവളുടെ പൈസ അടിച്ച് മാറ്റാനുള്ള പരിപാടിയാണല്ലേ? ഒന്നും വേണ്ടാണ്ട് കല്യാണം കഴിക്കുക പറഞ്ഞപ്പോ ഞാൻ വെച്ചാൽ അവന്റെ മനസ്സൊക്കെ മാറി നന്നായെന്ന്. ആദ്യത്തെ ഭാര്യന്റെ ശാപം തന്നെ ഇതുവരെ തീർന്നിട്ടില്ലമേ. മര്യാദക്ക് എത്ര ദിവസം ഉറങ്ങിയിട്ട് ഇനി ഈ കുട്ടിന്റെ കൂടെ ശാപം എനിക്ക് സഹിക്കാൻ കഴിയില്ല. അത് വേണ്ടമ്മേ, അത് ഞാൻ കൂട്ടിയില്ല. ഞാൻ പറയണ മാത്രം കേട്ടാ മതി, മനസ്സിലായടാ? ആ, ഞാൻ മോളിൽ നോക്കി നിൽക്കായിരുന്നു. വാ, വന്നിരിക്കേ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ അമ്മേ, മോളിൽ ഇരിക്കേ. കല്യാണം കഴിഞ്ഞിട്ടിപ്പോ 2 മാസം ആവാറായില്ലേ. വന്ന പാടെ തന്നെ അമ്മ മോളുടെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ അത് ഇതുവരെയായിട്ട് ചെയ്തില്ലല്ലോ. എന്ത് കാര്യം? ഓ, അത് ഇത്ര പെട്ടെന്ന് മറന്നോ? സാരില്ല, അമ്മ ഓർമ്മിപ്പിക്ക. മോളുടെ കയ്യിൽ ഇപ്പൊ കുറച്ച് പൈസ ഇല്ലേ, അത് നിന്റെയിൽ വെച്ച് കഴിഞ്ഞാലേ വെറുതെ അനാവശ്യമായിട്ട് ചെലവായിട്ട് അനാഥയായി പോവും. മോളൊരു കാര്യം ചെയ്, നിനക്കിപ്പോ വേണ്ടത് എന്താ വെച്ചാ കുറച്ച് മാറ്റി വെച്ചിട്ടേ ബാക്കി പൈസ എന്റെ സതീഷിന്റെ പേരിൽ FD ഇടാലോ. അപ്പൊ അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നീ ഒന്ന് നോക്ക്. അമ്മ പേടിക്കൊന്നും വേണ്ട, ആ പൈസ ഞാൻ ഒരിക്കലും അനാഥാക്കൊന്നുമില്ല. ഒന്നാമതാ അതെന്റെ പൈസയല്ല, ഞാനത് കുഞ്ഞിന്റെ പേർക്ക് FD ഇട്ടിട്ടുണ്ട്. ഓ, അത് ശരി. അപ്പൊ നീയും കുഞ്ഞും കൂടി ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ ചെലവിൽ തിന്നും കുടിച്ച് ജീവിക്കാന്ന് വിചാരിച്ചോ? ഞങ്ങളുടെ 1 മാസത്തെ ചെലവ് എത്രയാന്ന് അമ്മ പറഞ്ഞാൽ മതി, അത് ഞാൻ ബാങ്കിൽ നിന്ന് എടുത്ത് തന്നോളാം. പിന്നെ എൻ്റെ കുറച്ച് പൈസ ഉണ്ട്, അത് വെച്ചൊരു ചെറിയ ബിസിനസ് തുടങ്ങാനുള്ള പരിപാടിയാ. എന്തായാലും ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കണ്ടല്ലോ. അപ്പൊ ഉള്ള പൈസ മുഴുവൻ നീ നിന്റെ കുഞ്ഞും കൂടി വീതിച്ചെടുത്താലേ പിന്നെ അവൻ എന്തിനാണ് നിന്നെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്നത്? ഓ, അപ്പൊ എൻ്റെ ഉള്ള പൈസ കണ്ടിട്ടാണല്ലേ ഈ കല്യാണത്തിന് സമ്മതിച്ചത്? അല്ലേടി, പിന്നെ നിന്റെ സൗന്ദര്യം കണ്ടിട്ടാണെന്ന് വിചാരിച്ചാ? 2ാം ഘട്ടം കയ്യിലൊരു കുഞ്ഞുണ്ടായിട്ട് അവളുടെ നെകളിപ്പോ നോക്ക്. കുറച്ച് മര്യാദക്ക് സംസാരിക്കമ്മേ. നിന്നോടൊക്കെ എന്ത് മര്യാദക്കാണ് ഞാൻ സംസാരിക്കേണ്ടത്? ബാക്കിയുള്ള പൈസ മുഴുവൻ എന്റെ മോന്റെ പേർക്ക് മാറ്റിക്കോ, അല്ലെങ്കിൽ ഇവരും അറിയുന്നേ. സഹിക്കാവുന്നതിലപ്പുറം സഹിച്ചിട്ടാ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഭീഷണി ഒന്നും എന്നോട് നടക്കില്ലമ്മേ. ഇന്നത്തോടെ നിന്റെ ഇവിടുത്തെ പൊറുതിയെ ഞാൻ അവസാനിപ്പിച്ചിരുന്നുണ്ടടി. 2ാം ഘട്ടത്തിൽ നിന്ന് ഒഴിവാക്കിയാലേ നീ എവിടേക്കാ പോന്ന് എനിക്കൊന്ന് കാണണല്ലോ. ആ, കറക്റ്റ് സമയത്ത് നീ വന്നല്ലോ. ഇവളുടേന്നേ ഒരു 5 പൈസ നമുക്ക് 2ആൾക്കും കിട്ടും തോന്നുന്നില്ല. അതുകൊണ്ട് മോനൊരു കാര്യം ചെയ്, ഇന്നത്തോടെ ഇവളായിട്ടുള്ള ബന്ധം അങ്ങോട്ട് ഒഴിവാക്കിക്കോ. ഈ ഒരു പ്രായത്തില് ഒരു പെൺകുട്ടി അനുഭവിക്കുന്നതിൽ അപ്പുറം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഈ ജീവിതം തിരഞ്ഞെടുത്തത് എൻ്റെ മോന് വേണ്ടി മാത്രമാ. ഇനിയിപ്പോ നിങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഇറങ്ങി തന്നോളാം. നീ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരുമിച്ച് എവിടെ നിന്ന് ഇറങ്ങുക? സഹിച്ചു മതിയായി. ഞാൻ നിങ്ങളുടെ മകനാണ്, അല്ലാണ്ട് അടിമയല്ല. കുറെ കാലമല്ലേ ഒരു പാവനായിട്ട് കളിപ്പിക്കുന്നവർ എന്നെ കളിപ്പിക്കാൻ തുടങ്ങിയിട്ട്. പാവം എന്റെ ദേവിക, അന്ന് നിങ്ങളോട് എന്ത് ചെയ്തിട്ടാ? ആ പാവത്തിനെ ദ്രോഹിച്ച് മാനസികമായിട്ടും ആത്മഹത്യ ചെയ്യിപ്പിച്ചല്ലേ? അതിന്റെ ശാപം ഇതുവരെ എന്നെ വിട്ടു പോയിട്ടില്ലമ്മേ. അത് ചോദ്യം ചെയ്ത അച്ഛനെയും പുറത്താക്കി. നിങ്ങൾ ശരിക്കും ഒരു രാക്ഷസിയാണെന്നാ. ഇനി നിന്ന ഈ പാവത്തിനെ നിങ്ങൾ കൊല്ലും. അതും കൂടി താങ്ങാൻ എനിക്ക് കഴിയില്ല. ഇത് ഞാൻ ആദ്യം കണക്കാക്കിയതാ. നിനക്ക് എടുക്കാനുള്ളത് എന്താന്ന് വെച്ചാ എടുക്ക്, ഞാൻ കാറിലുണ്ടാവും. എടാ മോനെ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇതെല്ലാം മോന്റെ നന്മയ്ക്ക് വേണ്ടിട്ടില്ല അമ്മ ചെയ്തത്. എന്റെ നന്മയ്ക്കോ? അമ്മന്റെ സ്തോർത്തതിക്കമ്മേ. പണം പണം പണം, അത് മാത്രം അമ്മയ്ക്ക് ചിന്തയുള്ളൂ. നിങ്ങളെപ്പോലെ മക്കളെയും മരുമക്കളെയൊക്കെ അടക്കി ഭരിക്കുന്ന ഒരുപാട് അമ്മായിയമ്മമാര് അമ്മായച്ചന്മാരുണ്ട്. അത് കാരണം നഷ്ടമാകുന്നതേ സ്വന്തം മകന്റെ ജീവിതം മാത്രമല്ല, വന്നു തരുന്ന പെൺകുട്ടികളുടെ കൂടിയാ. അമ്മ ഇവളോട് എന്താ പറഞ്ഞത്? നീ 2ാം കെട്ടുകാരിയല്ലേ, എവിടെ പോകുന്നില്ലേ? അതെന്താമേ?
നമ്മുടെ സമൂഹത്തിൽ ആണിന് മാത്രം 2, 3, 4 കെട്ടി ഒരു പ്രശ്നമില്ല, പക്ഷെ പെണ്ണ് 2 കെട്ടി അത് വലിയ പ്രശ്നമാണല്ലേ. നീ വാ, ഞാൻ അവിടെ ഉണ്ട്. ആരൊക്കെ പോയാലും ഈ ഭവാനെ തോൽപ്പിക്കാന്ന് കരുതണ്ട. എവിടെ ഉണ്ടായിരുന്ന നിനക്ക് സുഖല്ലേ? അയ്യോ, ഈ കാലത്തിൽ എന്ത് സുഖമാണ് ചോദിക്കാനല്ലേ? എന്റെ ഇപ്പൊ കാലും കൈയൊക്കെ കുഴഞ്ഞിട്ട് 5-6 മാസമായില്ലേ. 2 തേങ്ങ പടലേക്ക് വീണത്. ജീവിതകാലം മുഴുവൻ ഈ സൗണ്ട് തന്നെ അയക്കുന്നതായിരുന്നു. എന്റെ പെണ്ണുങ്ങൾ ഇട്ടിട്ട് പോയി. പിന്നെ ആ കുട്ടിന്റെ ആങ്ങളെ ചക്കനല്ലേ, അവന്റെ ബിസിനസ്സൊക്കെ പൊട്ടൻ കള്ളം കുടിച്ചിട്ട് അവന്റെ ഭാര്യയെ ഓരോരുത്തരിനോട് വിളിച്ചോടി പോയത്രേ. പണ്ടൊക്കെ പിന്നെയായിരുന്നു, ഇപ്പൊ പഴച്ച സ്പോട്ടിലല്ലേ തരുത്തത്. കൊറേ പാവം ചെയ്തല്ലേ അനുഭവിച്ചോ. അതിന് കൂട്ടുനിന്ന എനിക്കാണ് ഇത്രയും ഞാൻ കിട്ടിയുള്ളൂ. സമാധാനിക്ക. എന്നാ ഞാൻ പോയിട്ട് വോട്ട് ചെയ്തിട്ട് വരാ. നീ വരുന്നാ? അങ്ങനത്തെ നന്നായി. വീടിൻ്റെ ഇടയിലായിട്ട് പ്രവാസികൾക്കുള്ള ഒരു ടേം ഇൻഷുറൻസിൻ്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ നാട്ടിൽ പ്രവാസികളുടെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഒരു പക്ഷേ ആ പ്രവാസിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നീട് അങ്ങോട്ട് അവരുടെ കുടുംബത്തിന് സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ നാട്ടിൽ നിന്നും ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരുന്ന ലിങ്കിൽ പോയിട്ട് പ്രവാസികൾക്ക് കുറഞ്ഞ ചെലവിൽ ഒരു ടേം ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡിൽ സ്കാൻ ചെയ്താലും മതി.